ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും PSC ഐം അച്ചീവറിൻ്റെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. കേരള മന്ത്രിസഭയിൽ പുതുതായി ചുമതലയേറ്റ മന്ത്രിമാരുടെ വകുപ്പുകൾ ഏതൊക്കെയാണ്? രാമചന്ദ്രൻ കടന്നപ്പള്ളിയും ഗണേഷ് കുമാറുമാണ് കേരള മന്ത്രിസഭയിൽ പുതുതായി ചുമതലയേറ്റ മന്ത്രിമാർ. ഇതിൽ രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് രജിസ്ട്രേഷൻ, മ്യൂസിയം, പുരാവസ്തു, പുരാരേഖ വകുപ്പുകളാണ് ലഭിച്ചത്. ഗണേഷ് കുമാറിന് ഗതാഗതം, മോട്ടോർ വാഹന വകുപ്പ്, ജലഗതാഗതം എന്നിവയും ലഭിച്ചു. കേരള മന്ത്രിസഭയിൽ പുതുതായി ചുമതലയേറ്റ മന്ത്രിമാരായ രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് രജിസ്ട്രേഷൻ, മ്യൂസിയം, പുരാവസ്തു, പുരാരേഖ വകുപ്പും ഗണേഷ് കുമാറിന് ഗതാഗതം, മോട്ടോർ വാഹന വകുപ്പ്, ജലഗതാഗത വകുപ്പുമാണ് ലഭിച്ചത്. രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് ലഭിക്കേണ്ടിയിരുന്ന തുറമുഖ വകുപ്പ് സഹകരണ മന്ത്രിയായ VN വാസവനാണ് നൽകിയത്. പുതിയ തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവനാണ്. ഇദ്ദേഹം സഹകരണ വകുപ്പ് മന്ത്രി കൂടിയാണ്. രാജിവെച്ച ആന്റണി രാജു, അഹമ്മദ് ദേവർകോവിൽ എന്നിവർക്ക് പകരമാണ് പുതിയ മന്ത്രിമാർ സ്ഥാനമേറ്റത്. ഇതിൽ ആന്റണി രാജുവിന്റെ വകുപ്പാണ് ഗണേഷ് കുമാറിന് നൽകിയത്. അഹമ്മദ് ദേവർകോവിലിന്റെ വകുപ്പ് രാമചന്ദ്രൻ കടന്നപ്പള്ളിക്കും. എന്നാൽ അഹമ്മദ് ദേവർകോവിൽ കൈകാര്യം ചെയ്തിരുന്ന തുറമുഖ വകുപ്പ് VN വാസവനാണ് നൽകിയത്. യുദ്ധവിരുദ്ധ കവിത ചൊല്ലിയതിന് 7 വർഷം തടവ് ശിക്ഷ ലഭിച്ച റഷ്യൻ കവി ആരാണ്? ആർട്ടിയം കമർദീൻ. റഷ്യൻ കവിയായ ആർട്ടിയം കമർദീൻ ആണ് യുദ്ധവിരുദ്ധ കവിത ചൊല്ലിയതിന് 7 വർഷം തടവ് ശിക്ഷ ലഭിച്ചത്. അയോധ്യയിൽ ഡിസംബർ 30-ന് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത പുതിയ വിമാനത്താവളത്തിന്റെ പേരെന്താണ്? മഹർഷി വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളം, അയോധ്യ ധാം. അയോധ്യയിൽ ഡിസംബർ 30-ന് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത പുതിയ വിമാനത്താവളത്തിന്റെ പേരാണ് മഹർഷി വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളം, അയോധ്യ ധാം. UPയിലെ 4ാമത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഇത്. മര്യാദ പുരുഷോത്തം ശ്രീറാം അന്താരാഷ്ട്ര വിമാനത്താവളം എന്ന പേരായിരുന്നു ആദ്യം വിമാനത്താവളത്തിന് നൽകുവാൻ ഉദ്ദേശിച്ചിരുന്നത്. പുതുതായി ഉദ്ഘാടനം ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷന്റെ പേര് അയോധ്യ ധാം ജംഗ്ഷൻ എന്നാണ്. അയോധ്യയിൽ പുതുതായി ഉദ്ഘാടനം ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷന്റെ പേര് അയോധ്യ ധാം ജംഗ്ഷൻ എന്നാണ്. മുസ്ലിം ലീഗ് നേതാവ് TE അബ്ദുള്ളയുടെ സ്മരണയ്ക്കായുള്ള പ്രഥമ TE അബ്ദുള്ള സ്മാരക പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? ഗോപിനാഥ് മുതുകാട്. പ്രശസ്ത മജീഷ്യനായ ഗോപിനാഥ് മുതുകാടിനാണ് മുസ്ലിം ലീഗ് നേതാവ് TE അബ്ദുള്ളയുടെ സ്മരണയ്ക്കായുള്ള പ്രഥമ TE അബ്ദുള്ള സ്മാരക പുരസ്കാരം ലഭിച്ചത്. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ക്ഷേമത്തിനായി ഗോപിനാഥ് മുതുകാട് ചെയ്യുന്ന പ്രവൃത്തികളെ മാനിച്ചാണ് ഈ പുരസ്കാരം നൽകിയത്. അസമിലെ ഏത് വിഘടന സംഘടനയുമായാണ് കേന്ദ്ര സർക്കാർ ഡിസംബർ 29-ന് സമാധാന കരാറിൽ ഒപ്പുവെച്ചത്? ഉൾഫ. യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് അസം. അസമിലെ ഉൾഫ എന്ന വിഘടന സംഘടനയുമായാണ് കേന്ദ്ര സർക്കാർ ഡിസംബർ 29-ന് സമാധാന കരാറിൽ ഒപ്പുവെച്ചത്. ഉൾഫയുടെ മുഴുവൻ രൂപമാണ് യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് അസം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ, അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ, ഉൾഫ നേതാവ് അരവിന്ദ് രാജ്കോവ എന്നിവരാണ് സമാധാന കരാറിൽ ഒപ്പുവെച്ചത്. കോവിഡിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പ്രത്യേക സഹായധന പദ്ധതിയിലൂടെ ഏറ്റവും കൂടുതൽ തുക ലഭിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശ് സംസ്ഥാനത്തിനാണ് കോവിഡിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പ്രത്യേക സഹായധന പദ്ധതിയിലൂടെ ഏറ്റവും കൂടുതൽ തുക ലഭിച്ചത്. ബീഹാർ, മധ്യപ്രദേശ് സംസ്ഥാനങ്ങളാണ് തൊട്ടുപിറകിൽ. ഏറ്റവും കുറവ് തുക ലഭിച്ച സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ്.
2024 ജനുവരി 15 മുതൽ ഫെബ്രുവരി 15 വരെ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ നടക്കുന്നത് ഏത് ജില്ലയിൽ വെച്ചാണ്? തിരുവനന്തപുരം. കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ വെച്ചാണ് 2024 ജനുവരി 15 മുതൽ ഫെബ്രുവരി 15 വരെ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ നടക്കുന്നത്. സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലും അമ്യൂസിയം ആർട്ട് സയൻസും ചേർന്നാണ് ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. തോന്നയ്ക്കൽ ബയോ 360 ലൈഫ് സയൻസ് പാർക്കിലാണ് ഈ ഫെസ്റ്റിവൽ നടക്കുന്നത്. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ക്യൂറേറ്റഡ് സയൻസ് എക്സിബിഷനാണ് ഈ എക്സിബിഷൻ. 2023 അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസും വിക്കറ്റും നേടിയ കളിക്കാർ ആരൊക്കെയാണ്? ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് ഇന്ത്യയുടെ ശുഭ്മാൻ ഗിൽ ആണ്. 2154 റൺസാണ് ശുഭ്മാൻ ഗിൽ 2023 നേടിയത്. ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് ഇന്ത്യയുടെ രവീന്ദ്ര ജഡേജയാണ്. 66 വിക്കറ്റാണ് രവീന്ദ്ര ജഡേജ 2023 നേടിയത്. 2023 അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസും വിക്കറ്റും നേടിയ കളിക്കാർ ആരൊക്കെയാണ്? റൺസ് നേടിയത് ഇന്ത്യയുടെ ശുഭ്മാൻ ഗില്ലും വിക്കറ്റ് നേടിയത് ഇന്ത്യയുടെ രവീന്ദ്ര ജഡേജയുമാണ്. ശുഭ്മാൻ ഗിൽ 2154 റൺസും രവീന്ദ്ര ജഡേജ 66 വിക്കറ്റുമാണ് 2023 നേടിയത്. ബാറ്റിംഗിൽ രണ്ടാം സ്ഥാനത്ത് ഇന്ത്യയുടെ വിരാട് കോഹ്ലിയും ബൗളിംഗിൽ രണ്ടാം സ്ഥാനത്ത് ഇന്ത്യയുടെ കുൽദീപ് യാദവുമാണ്. ദക്ഷിണമേഖല അന്തർ സർവകലാശാല ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായ സർവകലാശാല ഏതാണ്? കേരള സർവകലാശാല. കേരള സർവകലാശാലയാണ് ദക്ഷിണമേഖല അന്തർ സർവകലാശാല ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായ സർവകലാശാല. കാലിക്കറ്റ് സർവകലാശാലയാണ് രണ്ടാം സ്ഥാനത്ത്. ചെന്നൈ SRM യൂണിവേഴ്സിറ്റിയിലാണ് ഈ മത്സരം നടന്നത്. അമേരിക്കയിലെ മെയിൻ സ്റ്റേറ്റിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്നും മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വിലക്കിയ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥ ആരാണ്? ഷന്ന ബെലോസ്. അമേരിക്കയിലെ മെയിൻ സ്റ്റേറ്റിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്നും മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വിലക്കിയ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥയാണ് ഷന്ന ബെലോസ്. മെയിൻ സ്റ്റേറ്റിന്റെ സെക്രട്ടറിയാണ് ഷന്ന ബെലോസ്. ഭരണഘടനയുടെ 14ാമത് ഭേദഗതിയിലെ 3ാം വകുപ്പ് അനുസരിച്ചാണ് ഷന്ന ബെലോസ് ഈ നടപടി സ്വീകരിച്ചത്. അമേരിക്കയിലെ കൊളറാഡോ സ്റ്റേറ്റ് ആണ് ട്രംപിനെ വിലക്ക് ഏർപ്പെടുത്തിയ ആദ്യ സ്റ്റേറ്റ്. ഇപ്പോൾ രണ്ടാമതായി മെയിൻ സ്റ്റേറ്റും വിലക്ക് ഏർപ്പെടുത്തി. ഫെഫ്ക, ഫിലിം എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് കേരളയുടെ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയുമായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാണ്? പ്രസിഡന്റായി സിബി മലയിലിനെയും ജനറൽ സെക്രട്ടറിയായി ബി ഉണ്ണികൃഷ്ണനും. ഫെഫ്ക, ഫിലിം എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് കേരളയുടെ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയുമായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളാണ് പ്രസിഡന്റായി സംവിധായകൻ സിബി മലയിലും ജനറൽ സെക്രട്ടറിയായി സംവിധായകൻ ബി ഉണ്ണികൃഷ്ണനും. മലയാള സിനിമയിലെ സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയായ മാക്ടയും കലാകാരന്മാരുടെ സംഘടനയായ അമ്മയും ചേർന്നുള്ള ഫെഡറേഷനാണ് ഫെഫ്ക. ചൈനയുടെ പുതിയ പ്രതിരോധ മന്ത്രിയായി നിയമിതനായ വ്യക്തി ആരാണ്? ഡോങ് ജാൻ. ഡോങ് ജാൻ ആണ് ചൈനയുടെ പുതിയ പ്രതിരോധ മന്ത്രിയായി നിയമിതനായ വ്യക്തി. ചൈനയുടെ മുൻ നാവികസേനാ മേധാവിയായിരുന്നു ഡോങ് ജാൻ. മുൻ പ്രതിരോധ മന്ത്രി ലീ ഷാങ് ഫുവിനെ ചൈന ഒക്ടോബറിൽ പുറത്താക്കിയിരുന്നു. വ്യാവസായിക ആവശ്യത്തിന് പണം നൽകാതെ തന്നെ സർക്കാരിന് ഭൂമി വിട്ടു നൽകുന്ന സംവിധാനത്തിന്റെ പേരെന്താണ്? ലാൻഡ് പൂളിംഗ്. വ്യാവസായിക ആവശ്യത്തിന് പണം നൽകാതെ തന്നെ സർക്കാരിന് ഭൂമി വിട്ടു നൽകുന്ന സംവിധാനത്തിന്റെ പേരാണ് ലാൻഡ് പൂളിംഗ്.
വിട്ടുകിട്ടിയ ഭൂമിയിൽ ടൗൺഷിപ്പുകൾ നിർമ്മിച്ച ശേഷം നൽകിയ ഭൂമിയുടെ പകുതി തിരികെ ഉടമയ്ക്ക് തന്നെ നൽകുന്ന സംവിധാനമാണ് ലാൻഡ് പൂളിംഗ്. സർക്കാരിന് വിട്ടുകിട്ടിയ ഭൂമിയിൽ സർക്കാർ ടൗൺഷിപ്പുകൾ നിർമ്മിച്ച ശേഷം വിട്ടുകിട്ടിയ ഭൂമിയുടെ പകുതി തിരികെ ഉടമയ്ക്ക് തന്നെ നൽകുന്ന സംവിധാനമാണ് ലാൻഡ് പൂളിംഗ്. ഒരു പ്രദേശത്തെ 75% ജനങ്ങളും സമ്മതിച്ചാൽ മാത്രമേ ഭൂമി ഏറ്റെടുക്കുവാൻ സാധിക്കൂ. പട്ടികവർഗ വിഭാഗത്തിലുള്ള മുഴുവൻ പേർക്കും ആധികാരിക രേഖകൾ ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതിയുടെ പേരെന്താണ്? ഊര് സജ്ജം ABCD പദ്ധതി. പട്ടികവർഗ വിഭാഗത്തിലുള്ള മുഴുവൻ പേർക്കും ആധികാരിക രേഖകൾ ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതിയുടെ പേരാണ് ഊര് സജ്ജം ABCD പദ്ധതി. അക്ഷയ ബിഗ് ക്യാമ്പയിൻ ഫോർ ഡോക്യുമെന്റ് ഡിജിറ്റലൈസേഷൻ എന്നതാണ് ABCDയുടെ പൂർണ്ണ രൂപം. ഒരു പൗരന് ആവശ്യമായ മുഴുവൻ രേഖകളും ST വിഭാഗക്കാർക്ക് തയ്യാറാക്കി നൽകുകയും ഈ രേഖകൾ ഡിജി ലോക്കറിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നതാണ് ABCD പദ്ധതി. കേരള കാർട്ടൂൺ അക്കാദമിയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? സുധീർ നാഥ്. സുധീർ നാഥ് ആണ് കേരള കാർട്ടൂൺ അക്കാദമിയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി. A സതീഷ് ആണ് കാർട്ടൂൺ അക്കാദമിയുടെ പുതിയ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി. ആദിവാസി ദളിത് വിഭാഗങ്ങൾക്ക് വാർദ്ധക്യകാല പെൻഷൻ ലഭിക്കുന്നതിനുള്ള പ്രായപരിധി 60 നിന്നും 50 ആയി കുറച്ച സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡ്. ജാർഖണ്ഡ് സംസ്ഥാനമാണ് ആദിവാസി ദളിത് വിഭാഗങ്ങൾക്ക് വാർദ്ധക്യകാല പെൻഷൻ ലഭിക്കുന്നതിനുള്ള പ്രായപരിധി 60 നിന്നും 50 ആയി കുറച്ച സംസ്ഥാനം. ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രി ഹേമന്ത് സോറനാണ്. കേരളം ആദ്യമായി ആതിഥേയത്വം വഹിക്കുന്ന അന്താരാഷ്ട്ര ഫിഷറീസ് കോൺഗ്രസ് ആൻഡ് എക്സ്പോ നടക്കുന്നത് എവിടെ വെച്ചാണ്? കൊച്ചിയിൽ വെച്ച്. കൊച്ചിയിലെ കുഫോസിൽ വെച്ചാണ് കേരളം ആദ്യമായി ആതിഥേയത്വം വഹിക്കുന്ന അന്താരാഷ്ട്ര ഫിഷറീസ് കോൺഗ്രസ് ആൻഡ് എക്സ്പോ നടക്കുന്നത്. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് എന്നതാണ് കുഫോസിന്റെ പൂർണ്ണ രൂപം. 2024 ജനുവരി 12 മുതൽ 14 വരെയാണ് കോൺഗ്രസ് നടക്കുന്നത്. വിവിധ രാജ്യങ്ങളിലെ ഫിഷറീസ് ശാസ്ത്രജ്ഞരുടെയും സമുദ്രോൽപ്പന്ന വ്യവസായികളുടെയും സമ്മേളനമാണ് അന്താരാഷ്ട്ര ഫിഷറീസ് കോൺഗ്രസ് ആൻഡ് എക്സ്പോ. ഏത് രജപുത്ര രാജകുമാരിയുടെ 525ാമത് ജന്മദിനത്തോടനുബന്ധിച്ചാണ് റിസർവ് ബാങ്ക് 525 രൂപയുടെ നാണയം പുറത്തിറക്കിയത്? മീരാബായി. രജപുത്ര രാജകുമാരിയായിരുന്ന മീരാബായിയുടെ 525ാമത് ജന്മദിനത്തോടനുബന്ധിച്ചാണ് റിസർവ് ബാങ്ക് 525 രൂപയുടെ നാണയം പുറത്തിറക്കിയത്. രാജസ്ഥാനിലെ രജപുത്ര രാജകുമാരിയും മീരാ ഭജനകൾ രചിച്ച വ്യക്തിയുമാണ് മീരാബായി. രാജസ്ഥാൻ മുഖ്യമന്ത്രി ജനങ്ങളിൽ നിന്നും പരാതി കേൾക്കാനായി സ്വന്തം ഭവനത്തിൽ ചേരുന്ന ജനസഭയുടെ പേരെന്താണ്? ജൻസുൻവായ്. രാജസ്ഥാൻ മുഖ്യമന്ത്രി ജനങ്ങളിൽ നിന്നും പരാതി കേൾക്കാനായി സ്വന്തം ഭവനത്തിൽ ചേരുന്ന ജനസഭയുടെ പേരാണ് ജൻസുൻവായ്. രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മയാണ്. 2023 ഡിസംബറിൽ ബ്രിട്ടനിൽ വൻ നാശം വിതച്ച ചുഴലിക്കാറ്റിന്റെ പേരെന്താണ്? ജെറിറ്റ്. ജെറിറ്റ് ചുഴലിക്കാറ്റാണ് 2023 ഡിസംബറിൽ ബ്രിട്ടനിൽ വൻ നാശം വിതച്ച ചുഴലിക്കാറ്റ്. ഏത് രാജ്യത്തിലാണ് 2023 ഡിസംബറിൽ വൻ സ്വർണശേഖരമുള്ള ഖനി കണ്ടെത്തിയത്? സൗദി അറേബ്യ. സൗദി അറേബ്യയിലാണ് 2023 ഡിസംബറിൽ വൻ സ്വർണശേഖരമുള്ള ഖനി കണ്ടെത്തിയത്. നിലവിൽ സൗദിയിൽ സ്വർണ്ണ ഖനനം നടക്കുന്ന ഖനിയുടെ പേരാണ് മൻസൂറ മസാറ.
ഈ ഖനിക്ക് സമീപത്ത് തന്നെയായിട്ടാണ് പുതിയ ഖനിയും കണ്ടെത്തിയത്. 2023 അന്താരാഷ്ട്ര ലിംഗ സമത്വ പുരസ്കാരം ഇന്റർനാഷണൽ ജെൻഡർ ഈക്വാലിറ്റി പ്രൈസ് 2023 ലഭിച്ച സ്ഥാപനം ഏതാണ്? അഫ്ഗാൻ വനിതാ നൈപുണ്യ വികസന കേന്ദ്രം, അഫ്ഗാൻ വുമൺ സ്കിൽസ് ഡെവലപ്മെന്റ് സെന്റർ. 2023 അന്താരാഷ്ട്ര ലിംഗ സമത്വ പുരസ്കാരം ഇന്റർനാഷണൽ ജെൻഡർ ഈക്വാലിറ്റി പ്രൈസ് 2023 ലഭിച്ച സ്ഥാപനമാണ് അഫ്ഗാൻ വനിതാ നൈപുണ്യ വികസന കേന്ദ്രം, അഫ്ഗാൻ വുമൺ സ്കിൽസ് ഡെവലപ്മെന്റ് സെന്റർ. അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി നടത്തിയ പോരാട്ടങ്ങൾക്കാണ് ഈ പുരസ്കാരം ലഭിച്ചത്. മാനവ സംസ്കൃതിയുടെ 2023 PT തോമസ് പുരസ്കാരം ലഭിച്ച പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ആരാണ്? പ്രൊഫസർ M. മാധവ് ഗാഡ്ഗിൽ. പ്രൊഫസർ M. മാധവ് ഗാഡ്ഗിലാണ് മാനവ സംസ്കൃതിയുടെ 2023 PT തോമസ് പുരസ്കാരം ലഭിച്ച പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ. കേരള സർക്കിൾ ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറലായി ചുമതലയേറ്റ വ്യക്തി ആരാണ്? JT വെങ്കിടേശ്വരലു. JT വെങ്കിടേശ്വരലു ആണ് കേരള സർക്കിൾ ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറലായി ചുമതലയേറ്റ വ്യക്തി. തെലങ്കാനയിലെ ഭദ്രാചലം സ്വദേശിയാണ് JT വെങ്കിടേശ്വരലു. ദക്ഷിണ നാവിക കമാൻഡിന്റെ പുതിയ മേധാവിയായി ഫ്ലാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് ചുമതലയേറ്റ വ്യക്തി ആരാണ്? വൈസ് അഡ്മിറൽ വെണ്ണം ശ്രീനിവാസ് V. ശ്രീനിവാസ്. ദക്ഷിണ നാവിക കമാൻഡിന്റെ പുതിയ മേധാവിയായി ഫ്ലാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് ആയി ചുമതലയേറ്റ വ്യക്തിയാണ് വൈസ് അഡ്മിറൽ വെണ്ണം ശ്രീനിവാസ്. ഫിഡെ ലോക റാപ്പിഡ് ചെസ് പുരുഷ കിരീടം നേടിയ ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? മാഗ്നസ് കാൾസൺ. നോർവേയുടെ മാഗ്നസ് കാൾസൺ ആണ് ഫിഡെ ലോക റാപ്പിഡ് ചെസ് പുരുഷ കിരീടം നേടിയ ഗ്രാൻഡ് മാസ്റ്റർ. ഇതോടെ 5 റാപ്പിഡ് കിരീടം നേടുന്ന വ്യക്തി എന്ന ബഹുമതി കാൾസൺ സ്വന്തമാക്കി. കാൾസന്റെ 5ാമത് റാപ്പിഡ് ചെസ് പുരുഷ കിരീടമാണ് 2023 നേടിയത്. ഇതോടെ 5 റാപ്പിഡ് കിരീടം നേടുന്ന ആദ്യ വ്യക്തി എന്ന ബഹുമതി കാൾസൺ സ്വന്തമാക്കി. ലോക റാപ്പിഡ് ചെസ് വനിതാ കിരീടം നേടിയത് റഷ്യയുടെ അനസ്താസിയ ബുഡ്നാറുക്കാണ്. ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ കൊനേരു ഹംപിയാണ് 2ാം സ്ഥാനത്ത്. ലോക റാപ്പിഡ് ചെസ് വനിതാ കിരീടം മത്സരത്തിൽ 2ാം സ്ഥാനം നേടിയത് ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്ററായ കൊനേരു ഹംപിയാണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ അമ്പയർ ആകുന്ന ആദ്യ ഇന്ത്യൻ വനിത എന്ന ബഹുമതി കരസ്ഥമാക്കിയത് ആരാണ്? വൃന്ദ രതി. വൃന്ദ രതിയാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ അമ്പയർ ആകുന്ന ആദ്യ ഇന്ത്യൻ വനിത എന്ന ബഹുമതി കരസ്ഥമാക്കിയത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ആദ്യമായി 7 കലണ്ടർ വർഷം 2000 റൺസിന് മുകളിൽ സ്കോർ ചെയ്ത ഏക താരം എന്ന ബഹുമതി കരസ്ഥമാക്കിയത് ആരാണ്? വിരാട് കോഹ്ലി. ഇന്ത്യയുടെ വിരാട് കോഹ്ലിയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ആദ്യമായി 7 കലണ്ടർ വർഷം 2000 റൺസിന് മുകളിൽ സ്കോർ ചെയ്ത ഏക താരം എന്ന ബഹുമതി കരസ്ഥമാക്കിയത്. 6 വർഷങ്ങളിൽ 2000 റൺസിന് മുകളിൽ സ്കോർ ചെയ്ത ശ്രീലങ്കയുടെ കുമാർ സംഗക്കാരയുടെ റെക്കോർഡാണ് കോഹ്ലി മറികടന്നത്. വിരാട് കോഹ്ലി 7 കലണ്ടർ വർഷമാണ് 2000 റൺസിന് മുകളിൽ സ്കോർ ചെയ്തത്. ഇന്ത്യക്കെതിരായ ടെസ്റ്റ് മത്സരത്തിന് ശേഷം വിരമിക്കുന്നത് പരിഗണിച്ച് ഏത് താരത്തെയാണ് ദക്ഷിണാഫ്രിക്ക ക്യാപ്റ്റനായി പ്രഖ്യാപിച്ചത്? ഡീൻ എൽഗർ. ഇന്ത്യക്കെതിരായ ടെസ്റ്റ് മത്സരത്തിന് ശേഷം വിരമിക്കുന്നത് പരിഗണിച്ച് ഡീൻ എൽഗറിനെയാണ് ദക്ഷിണാഫ്രിക്ക ക്യാപ്റ്റനായി പ്രഖ്യാപിച്ചത്. ഇന്ത്യക്കെതിരായ ടെസ്റ്റ് മത്സരത്തിന് ശേഷം വിരമിക്കുമെന്ന് ഡീൻ എൽഗർ മുൻപേ പ്രഖ്യാപിച്ചിരുന്നു.
ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്